നമ്മൾക്കേവർക്കും സുപരിചിതമായ ഒരുപക്ഷെ നമ്മുടെ എല്ലാം വീടുകളിലെ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പാരഗൺ ചെരുപ്പുകൾ. ഈ വലിയ സംരംഭം അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അതിനെ എങ്ങനെ അവർ അതിജീവിച്ചു എന്നതിനെക്കുറിച്ചും നിങ്ങളോട് വിവരിക്കാൻ ശ്രമിക്കാം. ഇത് കേവലം ഒരു കമ്പനിയുടെ കഥയല്ല, മറിച്ച് ഒരു ജനതയുടെ കാലുകളിലൂടെ സഞ്ചരിച്ച ഒരു സ്വപ്നത്തിന്റെ കഥയാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഥ തുടങ്ങുന്നത് 1975-ലാണ്. കേരളത്തിലെ കോട്ടയത്ത് പി അബ്രഹാം, കെ തോമസ്, കെ സ്കറിയ എന്നീ 3 സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു ചെറിയ സ്വപ്നത്തിൽ നിന്നാണ് പാരഗൺ എന്ന പേര് പിറവിയെടുത്തത്. ഒരു ദിവസം 1500 ജോഡി ചെരുപ്പുകൾ മാത്രം നിർമ്മിച്ചുകൊണ്ട് ഒരു സാധാരണ ഗ്യാരേജിൽ നിന്നാണ് പാരഗൺ അതിന്റെ യാത്ര ആരംഭിച്ചത്. അന്നത്തെ അവരുടെ ലക്ഷ്യം ലളിതമായിരുന്നു: സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ മികച്ച ഗുണമേന്മയുള്ള ചെരുപ്പുകൾ നൽകുക. എന്നാൽ ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ അന്നും ഇന്നും ഒരുപോലെയാണ്. ആദ്യകാലത്ത് പാരഗൺ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഉൽപാദനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും അതിനാവശ്യമായ യന്ത്രസാമഗ്രികളും വലിയ മുതൽമുടക്ക് ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. ചെറിയ തോതിൽ തുടങ്ങിയ അവർക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുക, തൊഴിലാളികളെ പരിശീലിപ്പിക്കുക, ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക, ഈ ഓരോ ഘട്ടത്തിലും അവർക്ക് കഠിനമായ പ്രയത്നം വേണ്ടി വന്നു. തുടക്കത്തിൽ കേരളത്തിൽ മാത്രം വിപണി കണ്ടെത്തിയ അവർക്ക് തങ്ങളുടെ ഉൽപ്പന്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിതരണ ശൃംഖല കെട്ടിപ്പടുക്കുന്നത് ശ്രമകരമായ ജോലിയായിരുന്നു. 1982ഓടെ കേരളത്തിൽ പാരഗൺ ചെരുപ്പുകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു. ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയും നല്ല ഈടും അവരുടെ ഉൽപ്പന്നങ്ങളെ പ്രിയപ്പെട്ടതാക്കി. ഈ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പാരഗൺ തങ്ങളുടെ വിപണി ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇത് പുതിയൊരു വെല്ലുവിളിയായിരുന്നു. കേരളത്തിലെ വിപണിയല്ല ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേത്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ സംസ്കാരവും ഫാഷൻ സങ്കല്പങ്ങളും ഉപഭോക്തൃ മുൻഗണനകളും ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ ഗതാഗതവും വിതരണവും വലിയൊരു പ്രശ്നമായി മാറി. അന്നത്തെ റോഡുകളും ഗതാഗത സൗകര്യങ്ങളും ഇന്ന് കാണുന്ന പോലെ വികസിതമായിരുന്നില്ല. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെരുപ്പുകൾ എത്തിക്കുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചു. കൂടാതെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക വിതരണക്കാരുമായി ബന്ധം സ്ഥാപിക്കുക, അവരുടെ വിശ്വാസം നേടിയെടുക്കുക എന്നിവയെല്ലാം പാരഗണിന് വലിയ വെല്ലുവിളിയായി. രാജ്യത്തുടനീളം 17 ഡിപ്പോകളും 500-ലധികം വിതരണക്കാരും അടങ്ങുന്ന ഒരു വലിയ ശൃംഖല കെട്ടിപ്പടുക്കാൻ അവർക്ക് വർഷങ്ങളുടെ കഠിനാധ്വാനം വേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ തന്നെ പ്രാദേശികവും അസംഘടിതവുമായ ചെരുപ്പ് നിർമ്മാതാക്കളിൽ നിന്ന് വലിയ മത്സരവും അവർക്ക് നേരിടേണ്ടി വന്നു. വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കൊണ്ട് പലരും വിപണിയിൽ നിലയുറപ്പിച്ചു. എന്നാൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പാരഗണിന്റെ നയം അവരെ ഈ മത്സരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. 2000-ന് ശേഷം ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങളും ഫാഷൻ സങ്കല്പങ്ങളും മാറിമറിഞ്ഞു. റബ്ബർ ചെരുപ്പുകൾക്ക് പുറമെ പോളിയൂറിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, എത്തിലീൻ വിനൈൽ അസിറ്റേറ്റ്, തെർമോപ്ലാസ്റ്റിക് റബ്ബർ തുടങ്ങിയ മെറ്റീരിയലുകളിൽ നിർമ്മിച്ച ചെരുപ്പുകൾക്ക് ആവശ്യക്കാർ കൂടി. ഇത് പാരഗണിന് ഒരു വലിയ വെല്ലുവിളിയായി. അവർ കൂടുതലും റബ്ബർ അധിഷ്ഠിത ചെരുപ്പുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മാറുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് ഉൽപ്പന്ന നിര വികസിപ്പിക്കുക എന്നത് അത്യാവശ്യമായി. പുതിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെരുപ്പുകൾ നിർമ്മിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകളും നിക്ഷേപവും ആവശ്യമായിരുന്നു. ഇതിനായി പാരഗൺ പുതിയ പ്ലാന്റുകൾ സ്ഥാപിക്കുകയും ഡിസൈൻ ടീമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. സ്റ്റിമുലസ്, ഈക്കൻ പോലുള്ള പുതിയ ബ്രാൻഡുകൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ യുവാക്കളെയും ഫാഷൻ താല്പര്യമുള്ളവരെയും ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ പാരഗൺ എന്ന പേര് സാധാരണക്കാരന്റെ ചെരുപ്പ് എന്ന ചിന്തയിൽ ഉറച്ചു പോയതുകൊണ്ട് പ്രീമിയം വിഭാഗത്തിലേക്ക് കടക്കുന്നത് അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ഈ പുതിയ ബ്രാൻഡുകളെ വിപണിയിൽ സ്ഥാപിക്കാൻ അവർക്ക് കൂടുതൽ പ്രയത്നം വേണ്ടി വന്നു. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഈ കാലഘട്ടത്തിലും പാരഗണിന് തലവേദന സൃഷ്ടിച്ചു. റബ്ബറിനും മറ്റ് പോളിമറുകൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിച്ചു. എന്നാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിപ്പിക്കാതെ ഗുണനിലവാരം നിലനിർത്തുക എന്നത് അവർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം വിലക്കുറവാണ് പാരഗണിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. 2019 ഫെബ്രുവരിയിൽ എറണാകുളത്തെ പാരഗൺ ചെരുപ്പ് ഗോഡൌണിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ഇത് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇത്തരം ദുരന്തങ്ങൾ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുകയും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് കരകയറി ഉൽപാദനം സാധാരണ നിലയിലാക്കാൻ വലിയ ശ്രമം വേണ്ടി വന്നു. COVID-19 മഹാമാരി ലോകത്തെ ആകെ പിടിച്ചുലച്ചപ്പോൾ പാരഗണിനും അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നു. ലോക്ക്ഡൌണുകളും യാത്രാ നിയന്ത്രണങ്ങളും ഉൽപാദനത്തെയും വിതരണത്തെയും സാരമായി ബാധിച്ചു. കടകൾ അടച്ചിട്ടതോടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു. തൊഴിലാളികളെ നിലനിർത്തുക, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക, വിതരണ ശൃംഖല തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കുക എന്നിവയെല്ലാം ഈ കാലയളവിൽ വലിയ വെല്ലുവിളികളായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെയും പാരഗൺ അതിജീവിച്ചു. ഇ കൊമേഴ്സിന്റെ വളർച്ചയും പാരഗണിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തി.
ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുന്ന ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ അവർക്ക് തങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യം ശക്തിപ്പെടുത്തേണ്ടി വന്നു. വെബ്സൈറ്റ് വഴിയുള്ള വിൽപ്പനയും വിതരണവും കൂടുതൽ കാര്യക്ഷമമാക്കാൻ അവർ ശ്രമിച്ചു. ഇന്നും പാരഗൺ വലിയ മത്സരങ്ങൾ നേരിടുന്നുണ്ട്. പ്രാദേശിക ബ്രാൻഡുകൾ, ദേശീയ ബ്രാൻഡുകൾ, അന്താരാഷ്ട്ര ബ്രാൻഡുകൾ എന്നിവയെല്ലാം ഇന്ത്യൻ വിപണിയിൽ മത്സരിക്കുന്നു. ഉപഭോക്താക്കളുടെ മാറിക്കൊണ്ടിരിക്കുന്ന അഭിരുചികൾക്കനുസരിച്ച് നിരന്തരം പുതിയ ഡിസൈനുകളും മോഡലുകളും അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സിദ് ചൽത്തെ രഹ്നേക്ക്, അതായത് മുന്നോട്ട് പോകാനുള്ള വാശി എന്ന പുതിയ ടാഗ്ലൈൻ ഇറക്കിക്കൊണ്ട് അവർ സാധാരണക്കാരുടെ ജീവിതത്തിലെ തുടർച്ചയായ പോരാട്ടങ്ങളെയും മുന്നോട്ട് പോകാനുള്ള അവരുടെ ആഗ്രഹങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു. സാമ്പത്തിക തലത്തിലും പാരഗൺ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ വിലകയറ്റം, തൊഴിലാളികളുടെ കൂലി വർധനവ്, ഗതാഗത ചെലവ് തുടങ്ങിയവയെല്ലാം ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ താങ്ങാനാവുന്ന വിലയിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്ന അവരുടെ നയം ഇന്നും തുടരുന്നു. പാരഗൺ ഫുട്വെയറിന്റെ കഥ കേവലം ഒരു ബിസിനസ് വിജയഗാഥ മാത്രമല്ല, അത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച ഒരു സ്ഥാപനത്തിന്റെ കഥ കൂടിയാണ്. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെരുപ്പ് ബ്രാൻഡുകളിൽ ഒന്നായി അവർ മാറിയതിന് പിന്നിൽ കഠിനാധ്വാനവും ഗുണമേന്മയിലുള്ള അടിയുറച്ച വിശ്വാസവും മാറുന്ന കാലത്തിനനുസരിച്ച് സ്വയം മാറാനുള്ള സന്നദ്ധതയും ഉണ്ടായിരുന്നു. പാരഗൺ അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നേരിട്ട ഈ വെല്ലുവിളികൾ അവരെ കൂടുതൽ കരുത്തരാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു കമ്പനി എത്ര വലുതായാലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഒരു കമ്പനിയുടെ യഥാർത്ഥ കരുത്ത്. പാരഗൺ ഈ വെല്ലുവിളികളെല്ലാം അതിന്റെ യാത്രയുടെ ഭാഗമായി കണ്ടു. അവയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു. നമ്മുടെ എല്ലാം കാലുകളിൽ ഒരുമിച്ച് സഞ്ചരിച്ച ഈ ബ്രാൻഡ് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.